ഞാൻ നിൽസ. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് കണ്ടല്ലോ. ഇത് ത്രേസി. ഇത് നിസ്സാര ആളൊന്നുമല്ല കേട്ടോ, ഒരു മിടുമിടുക്കിയാണ്. നമ്മുടെ ഏറ്റവും വലിയ വില്ലനാണ് ഇന്നത്തെ കാലത്ത് കൊതുക്. കൊതുകിനെ പിടിക്കാനുള്ള യന്ത്രം പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ആ പറഞ്ഞ ഒടിവായിട്ട്. ഇതിന്റെ പേരാണ് TTTC. നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ മരത്തെ വെട്ടി നശിപ്പിക്കുന്നു. കടലിലെ ഏറ്റവും വലിയ ജീവിനെ കൊല്ലുന്നു. പക്ഷെ ചെറിയൊരു ജീവിയായ കൊതുകിനെന്നത് വളരെ ഹെൽപ്ലെസ് ആണ്. പക്ഷെ ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് തരാം. അത് TTTC. അതാണ് ഈ വിഷയം. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഏറ്റവും വലിയ ടാങ്ക്. ഈ ടാങ്കിന് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഇത് മൊത്തം വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഒരു കെമിക്കൽസും യൂസ് ചെയ്യുന്നില്ല. ലൈഫ് ലോങ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു പ്രാവശ്യം ഇൻസ്റ്റോൾ ചെയ്യുക. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു യന്ത്രത്തിലേക്ക് നമ്മൾ കൊതുകിനെ അട്രാക്ട് ചെയ്യാണ് വന്ന് മുട്ടയിടാനായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ടാങ്കിനകത്താണ് നമ്മൾ കൊതുകിനെ ആകർഷിക്കാനുള്ള സാധനവും വെള്ളവും അതിനു വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അതിനകത്ത് ഓൾറെഡി കുറച്ച് കൂത്താടികളുണ്ട്. ഈ കൊതുക് വലുതായി മുട്ടയിട്ടൊരു കൊതുക് വലുതായി വരാനായിട്ട് 10 ദിവസമെങ്കിലും എടുക്കും. ഇവിടുന്ന് വെള്ളം ഈ ടാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൃത്യം 10 ദിവസത്തിനകം തന്നെ ഈ വെള്ളം ഫ്ലഷ് ഔട്ട് ആക്കി, അതായത് സൈഫണിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ വെള്ളം ഫുള്ളി കില്ലിംഗ് ചേംബറായ ഈ റെഡ് ചേംബറിലേക്ക് പോകും. ഈ ടാങ്കിനകത്ത് നമ്മൾ കുറച്ച് മണ്ണും ചരലുമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മണ്ണും ചരലിനകത്ത് വെള്ളം എത്തുമ്പോൾ തന്നെ ഈ കൂത്താടികളും മുട്ടകളും ലാവകളും ഉണ്ടെങ്കിൽ അത് ചത്തുപോകും. പിന്നെ ബാക്കി ഈ ഫ്ലഷ് ഔട്ട് ആവുന്ന ആ വെള്ളം നമ്മൾ അടുത്ത ടാങ്കിലേക്ക് മാത്രം ഒഴിച്ചു വരാം. ഈ ഒരു സൈക്കിള് എല്ലാ 10 ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ കുറച്ച് കിടപ്പില്ലേ, ഇവിടെ അടി പറ്റി പിടിച്ചിരിക്കില്ല. ഭയങ്കര സ്ഥലം മുകളിലോട്ട് ഒഴുക്കിനില്ല, നീന്തി മുകളിൽ അല്ലെ പിടിച്ചിരിക്കും. ഉണ്ടോ? ബാക്കിയെല്ലാം ഒഴുകി പോകുന്നില്ലേ? രണ്ടാം മുകളിൽ സെർവ് ചെയ്യുന്നു.